ആ, ഇതാര് കണ്ണനോ? ശബ്ദം കേട്ട് തിരിഞ്ഞതും ബാപ്പൂട്ടി ഉമ്മയും. എന്താടാ പതിവില്ലാതെ? ബാപ്പു അവനെ ആക്കിയൊന്ന് നോക്കി. ഒന്നുമില്ല, കല്ലിവിടെ വരെ വന്നാണ്. അവൻ ബാപ്പുവിനെ നോക്കി കണ്ണിറുക്കി. ഏ, സത്യമാണോ മക്കളെ? വിശേഷമായോ? ഉമ്മയാണെങ്കിൽ അവൻ്റെ വയറിലിടിച്ചു. അവൾക്കൊരു തലകറക്കം. ഒന്ന് പരിശോധിക്കാൻ വന്നതാ ഉമ്മ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓളകത്തേക്ക് പോയിട്ട് ഒരുപാട് നേരമായോ? ഇല്ലുമ്മ, ഇപ്പോൾ അങ്ങോട്ട് കയറിപ്പോയത്. അവർ പോയതും ബാപ്പൂട്ടി അവൻ്റെ മുൻപിൽ വന്ന് നിന്നു. ഡാ, എന്നാടാ? കല്യാണം കഴിഞ്ഞ അന്ന് നീ എന്നോട് എന്താ പറഞ്ഞത്? കൊച്ചു പെണ്ണാണ്, സ്കൂൾ കുട്ടിയാണ്, തോളിൻ്റെ ഒപ്പമുള്ളൂ. എന്നിട്ടോടാ ഇത്രയും പെട്ടെന്ന് എല്ലാം സെറ്റാക്കിയോ? എൻ്റെ ബാപ്പു, നീ ഒന്ന് പതുക്കെ പറയൂ. കണ്ണൻ ചുറ്റിലും നോക്കി. ബാപ്പു അവനെ നോക്കി ഒന്നിരുത്തി മൂളി. ചിലവെപ്പോ? ആദ്യം അവൾ ഇങ്ങോട്ടൊന്ന് വരട്ടെ, അത് കഴിഞ്ഞാവാൻ ചിലവ്. കണ്ണൻ്റെ കണ്ണുകൾ വീണ്ടും അകത്തേക്ക് നീണ്ടു. ഓ, എന്തൊരു ടെൻഷനാണോ! അവളിങ്ങോട്ട് വന്നോളും. ബാപ്പുവിനെ കളിയാക്കി. അതല്ലടാ, അവൾ പാവം, ഒറ്റയ്ക്കുള്ളൂ. ഓ, എന്തൊരു സഹതാപം. ഒറ്റയ്ക്കല്ലല്ലോ, എൻ്റെ ഉമ്മി അകത്തേക്ക് പോയിട്ടുണ്ടല്ലോ. ഉമ്മി അവളെ കണ്ടു കാണുമോ? അതെന്താ, ഉമ്മിക്ക് കണ്ണിന് കാഴ്ചക്കുറവുണ്ടോ? എൻ്റെ ബാപ്പു, നീ എന്നോട് കോർക്കാൻ വരണ്ട കേട്ടോ. ഓ, നിൽപ്പ് കണ്ടാൽ തോന്നും ലോകത്തിലെ ആദ്യത്തെ ഗർഭിണി നിന്റെ ഭാര്യയാണെന്ന്. നീ കുറേ നേരമായല്ലോ ചൊറിയാൻ തുടങ്ങിയിട്ട്. കണ്ണിന് ദേഷ്യം വന്നു. ആ, നീ ടെൻഷൻ അടിക്കണ്ട, ദേ കല്ലു വരുന്നുണ്ട്. ബാപ്പൂട്ടി പറഞ്ഞതും കണ്ണൻ നോക്കിയപ്പോൾ കണ്ടു സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കല്ലുവിനെ. അവൻ വേഗം അവൾക്കരികിലേക്ക് ചെന്നു. എന്തു പറഞ്ഞു? അവൻ ചോദിച്ചു. പോസിറ്റീവാണ്. അത് പറയുമ്പോൾ അവളുടെ മുഖം ചുവന്നു. ഏയ്, സത്യമാണോ? കണ്ണൻ്റെ കണ്ണിൽ വല്ലാത്തൊരു തിരയിളക്കം. കണ്ണനാണെങ്കിൽ ആദ്യം കാണും പോലെ കല്ലുവിനെ നോക്കി. അവളെ ഒന്ന് വാരിപ്പുണരാൻ അവൻ്റെ മനസ്സ് വെമ്പി. തൻ്റെ കല്ലു അവളൊരു അമ്മയാവാനുള്ള തയ്യാറെടുപ്പിലാണെന്ന്. താനൊരച്ഛനും. അവൻ്റെ ചൂണ്ടിൽ തത്തിക്കളിച്ച പുഞ്ചിരിക്ക് പോലും ഒരു കുട്ടിത്തം ഉണ്ടായിരുന്നപ്പോൾ. സിസ്റ്റർ എന്താ പറഞ്ഞത്? ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ പറഞ്ഞു. പോകാം, നീ വാ. ബാപ്പൂട്ടി അപ്പുറത്ത് മാറി നിൽക്കുകയാണ്. രണ്ടാളും കൂടി അവൻ്റെ അടുത്തേക്ക് വന്നു. എടാ ബാപ്പു, ഒന്നും പറയണ്ട. രണ്ടാളുടെ മുഖം കാണുമ്പോൾ അറിയാം കാര്യങ്ങളൊക്കെ. നിങ്ങൾ വീട്ടിലേക്ക് ചെല്ല്. കല്ലുവാണെങ്കിൽ ഒരു ചെറു പുഞ്ചിരിയോടെ മുഖം താഴ്ത്തി നിന്നു. ഉമ്മാനെ കണ്ടില്ലേ? ഊവേക്ക, ഉമ്മ അകത്തുണ്ട്. എങ്കിൽ നിങ്ങൾ ചെല്ല്, കുറച്ച് സമയമല്ലേ ഇറങ്ങിയിട്ട്. ബാപ്പൂട്ടിയോട് യാത്ര പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോന്നു. കുറച്ച് ചെന്നതും കല്ലു കണ്ണൻ്റെ തോളിൽ ഒന്ന് തോണ്ടി. എന്താ കല്ലു, നിനക്ക് തലകറങ്ങുന്നുണ്ടോ? അവൻ വേഗം ബൈക്ക് നിർത്തി. അതല്ല ഏട്ടാ. പിന്നെ? അത് പിന്നെ അമ്മയോടൊക്കെ എന്തു പറയും? അവൾ ആകെ വിഷമിച്ച് അവനെ നോക്കി. എന്ത്? അല്ല, ഈ കാര്യം ഇത്ര പെട്ടെന്ന്. എൻ്റെ കല്ലു, അതിനമ്മയല്ലേ നിന്നോട് പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം? അപ്പം പിന്നെ അമ്മയോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്നാലും എനിക്കൊരു ചമ്മല്. ആ, ബെസ്റ്റ്. ഒന്ന് പോ പെണ്ണെ, മിണ്ടാതെ. സത്യമായിട്ടും കണ്ണേട്ടാ, കല്യാണം കഴിഞ്ഞിട്ട്. ദേ കല്ലു, എൻ്റെ കുഞ്ഞിതൊക്കെ കേൾക്കും കേട്ടോ. നീ മിണ്ടാതിരുന്നോണം. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. കണ്ണേട്ടാ, ഏട്ടും പറയാമോ? അതൊന്നും ഓർത്ത് നീ വിഷമിക്കല്ലേ. എൻ്റെ കല്ലു, ഞാൻ പറഞ്ഞോളാം, എല്ലാവരോടും പറഞ്ഞോളാം. പോരെ? മതി. അത് കേട്ടതും കല്ലുവിന് ആശ്വാസം തോന്നി. കണ്ണനാണെങ്കിൽ ബൈക്ക് സാവധാനം ഓടിച്ചു പോയി. വീട്ടിലെത്തിയപ്പോൾ അമ്മയും അച്ഛനും കൂടി ഉമ്മറത്തിരിപ്പുണ്ട്. അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നോ മോളെ? കല്ലു ചെരുപ്പൂരി മുറ്റത്തിട്ടിട്ട് അകത്തേക്ക് കയറി വന്നു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അച്ഛാ, സ്കൂളുള്ള ദിവസമല്ലേ. ആ, അത് ശരിയാ. ശോഭയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് കല്ലു ഡ്രസ്സ് മാറാനായി മുറിയിലേക്ക് പോയി. നിനക്കിന്ന് ഓട്ടം പോകണ്ടേ കണ്ണ? കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളമ്മേ. നിങ്ങളെന്തെങ്കിലും കഴിച്ചോ? ഇല്ല, അമ്മ ഭക്ഷണം എടുത്ത് വെക്ക്. വിശന്നിട്ടാണ്.
ഞാൻ അവിടുന്ന് പോന്നത്. ഏ, അപ്പോൾ ഇത്രയും നേരം എവിടായിരുന്നു? ഞാനോർത്ത് നിങ്ങൾ കഴിച്ചിട്ട് വരാൻ നിൽക്കുന്നതാണെന്ന്. കഴിക്കാൻ കയറിയതാ. അവിടെ വെച്ച് കല്ലു ഛർദ്ദിച്ചു. പിന്നെ തലകറക്കും. അയ്യോ, എന്നിട്ടോ? ശോഭ മകനെ നോക്കി അല്പം ഉറക്കെ ചോദിച്ചുകൊണ്ട് ഇരുന്നിടത്ത് നിന്നു എഴുന്നേറ്റു. ആ, എന്നിട്ടൊന്നുമില്ല. അവൻ ഷർട്ടിൻ്റെ ബട്ടൺ ഓരോന്നായി അഴിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. എടാ, എൻ്റെ അമ്മയെ വിശക്കുന്നു, എന്തെങ്കിലും എടുത്തു വയ്ക്ക്. കണ്ണേട്ടൻ എന്താ മുഴുവൻ പറയാഞ്ഞത്? മുറിയിലെത്തിയപ്പോൾ മുഖം വീർപ്പിച്ച് നിൽക്കുന്ന കല്ലുവിനെ അവനൊന്നു നോക്കി. പറയാം പെണ്ണേ, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു, നീ വാ, എന്തെങ്കിലും കഴിക്ക്. അവൻ കയ്യിൽ മാറി ഉടുത്തുകൊണ്ട് അവളെ വിളിച്ചു. സത്യം പറഞ്ഞാൽ അവനൊരു പരവേശമാണ് അമ്മയോട് ഈ കാര്യം പറയാൻ. അച്ഛനും ഇരിപ്പുണ്ടടുത്ത്, അതുകൊണ്ടാണ് മിണ്ടാതെ പോന്നതും. കല്ലു, ഹോസ്പിറ്റലിൽ കയറി കാണിക്കാൻ മേലായിരുന്നോ? അതും ചോദിച്ചുകൊണ്ട് ശോഭ അവരുടെ അടുത്തേക്ക് വന്നു. ലാബിൽ പോയി യൂറിൻ ടെസ്റ്റ് ചെയ്തമ്മേ. ആണോ? എന്നിട്ടോ? പോസിറ്റീവാണ്. അത് പറയുമ്പോൾ കല്ലുവിൻ്റെ മുഖം താന്നു. അതെയോ? എന്നിട്ട് എന്താ മോളെ ഇതുവരെ പറയാഞ്ഞത്? ദേ, ഇത് കേട്ടോ നീ? ശോഭ ഭർത്താവിൻ്റെ അടുത്തേക്ക് സന്തോഷത്തോടെ ഓടിച്ചെന്നു. ഇപ്പം തന്നെ വിളിച്ചു കൂവി എല്ലാവരെയും അമ്മ അറിയിക്കും. കണ്ണൻ തലയ്ക്കൊരു തട്ട് കൊടുത്തുകൊണ്ട് അവിടെ ബെഡിലിരുന്നു. വാ മോളെ, വന്ന് എന്തെങ്കിലും കഴിക്ക്. ശോഭ വീണ്ടും സ്നേഹത്തോടെ കയറി വന്ന് അവളെ ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് കല്ലു ഒരു കരച്ചിലോടെ അവരുടെ മാറിലേക്ക് വീണു. യോ, എന്തു പറ്റി മോളെ? എന്തിനാ നീ കരയുന്നത്? സന്തോഷം കൊണ്ടാവും. കണ്ണ മെല്ലെ പറഞ്ഞപ്പോൾ ശോഭ അവനെ തുറച്ചു നോക്കി. കല്ലുമോളെ, എന്തിനാ കരയുന്നത്? ഒന്നുമില്ലമ്മേ, ഞാൻ വെറുതെ. അവളുടെ വാക്കുകൾ മുറിഞ്ഞു. കല്ലു, എന്തു പറ്റി? എന്തിനാ ഒരു വിഷമം? കണ്ണനും അവളുടെ അരികിലേക്ക് വന്നു. നീ അങ്ങോട്ട് ചെല്ലടാ, ഞാൻ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ശോഭ വീണ്ടും കണ്ണുരുട്ടി. കല്ലുകൂടി വരട്ടെ. വാ മോളെ, വന്നു വലുതും കഴിക്ക്. ശോഭ പറഞ്ഞപ്പോൾ അവൾ മിഴികൾ തുടച്ചു. എന്തിനാ എൻ്റെ കുട്ടി കരഞ്ഞത്? എനിക്ക് സത്യം പറഞ്ഞ ഒട്ടും പ്രതീക്ഷിച്ചില്ലമ്മേ. നേരത്തെ ആയി പോയി എന്നാണോ? അവരത് ചോദിച്ചപ്പോൾ അവളുടെ മുഖം താന്നു. മോളെ, ഒരു കുഞ്ഞിനെ നമ്മുടെ ഈ കൈവെള്ളയിലോട്ട് കിട്ടണമെങ്കിൽ സാക്ഷാൽ ഈശ്വരൻ കൂടി വിചാരിക്കണം. അല്ലാതെ നമ്മൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. എത്രയോ പേര് ഒരു കുഞ്ഞിക്കാല് കാണാൻ വഴിപാട് ചെയ്ത് നോക്കിയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പൊന്നു മോളെ, നീ അതൊന്നും ഓർക്കണ്ട. സമാധാനമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്ക്. അവർ അവളുടെ തോളിൽ മെല്ലെ തട്ടിപ്പറഞ്ഞു. കണ്ണൻ ഭക്ഷണം കഴിക്കാനായി ചെന്നപ്പോൾ രാജൻ അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നു. അച്ഛാ, എന്താ മോനെ, കാപ്പി കുടിച്ചോ? പിന്നെ കൃത്യം 8:30 തന്നെ ഞാൻ കഴിച്ചു. ആ, കല്ലുമോൾക്ക് ക്ഷീണമുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോയി കാണിക്കുക കേട്ടോ. രണ്ടാളും കൂടി ഭക്ഷണം കഴിച്ചപ്പോഴേക്കും ശോഭ രാജിയെ മറ്റും വിളിച്ചു പറഞ്ഞു. എന്നിട്ട് കല്ലുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. ഹലോ ചേച്ചി. അവൾ രാജിയുമായി സംസാരിച്ചു. അപ്പോഴേക്കും കണ്ണൻ അവൻ്റെ ഫോണിൽ നിന്നും അച്ചമ്മയെ വിളിച്ചു. ശോഭ പറഞ്ഞതിന് പ്രകാരമാണ്. ഈ സന്തോഷവാർത്ത ആദ്യം അറിയേണ്ടത് പാവം അച്ചമ്മയാണ്. ശോഭ ഫോൺ മേടിച്ചുകൊണ്ട് പറഞ്ഞു. 2-3 തവണ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് അച്ചമ്മ ഫോൺ എടുത്തത്. ഹലോ, ആരാ? അമ്മേ, ഞാനാ ശോഭ. ആ, എന്താ മോളെ, എന്നാ ഉണ്ട് വിശേഷം? വലിയൊരു വിശേഷമുണ്ട്, അത് പറയാനാ വിളിച്ചത്. ശോഭ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. എന്നിട്ട് കല്ലുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. ഫോൺ വെച്ച ശേഷം ശോഭ അവരോട് ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആവാൻ പറഞ്ഞു. പക്ഷേ കണ്ണിന് ചെറിയൊരു ഓട്ടമുണ്ട്, അതുകൊണ്ട് വൈകുന്നേരം പോയി ഡോക്ടറിനെ കാണാമെന്ന് അവർ തീരുമാനിച്ചു. കല്ലു റൂമിലേക്ക് കയറിപ്പോയതും കണ്ണിനും അവളുടെ പിറകെ ചെന്നു. ഡോറടിച്ച് ലോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടതും കല്ലു തിരിഞ്ഞു നോക്കി. അവളുടെ അരികിലേക്ക് വന്ന് കണ്ണൻ വാരി പുണർന്ന് അവളെ നെഞ്ചോട് ചേർത്തു. ചുംബനങ്ങൾ കൊണ്ട് അവളെ മൂടി. കല്ലു, എന്താ? നിനക്കെന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരണോ? ഒന്നും വേണ്ട ഏട്ടാ. അല്ല, എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ലെന്നേ. അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. നിനക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടെങ്കിൽ
അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ പോയിക്കോണം കേട്ടോ. അവൻ ടിപ്പറിൻ്റെ ചാവിയെടുത്ത് പോക്കറ്റിലിട്ടു. എനിക്ക് ക്ഷീണമൊന്നുമില്ല. ഏട്ടൻ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അവൻ അവളുടെ നെറുകയിൽ തൻ്റെ അതിരം ചേർത്തു. പെട്ടെന്ന് കല്ലുവും അവനെ തിരികെ ആശ്ലേഷിച്ചു. അവളുടെ ഹൃദയമിടിപ്പിന് വേഗത ഏറിയോ എന്ന് അവന് തോന്നി. എന്താ കല്ലു? ഏയ് ഒന്നുമില്ല. പേടിയുണ്ടോ? എന്തിനാടാ? അറിയില്ല. ആവശ്യമില്ലാത്ത ഓരോ ചിന്തയും വേണ്ട. വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി പ്രഷർ കൂട്ടല്ലേ. ഞാൻ പോയിട്ട് വേഗം വരാം. നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരുന്നോണം. കുട്ടിത്തം വിട്ടുമാറിയിട്ടില്ലെന്ന് ചിലപ്പോൾ തോന്നും അവളെ കാണുമ്പോൾ. അവൻ അവളുടെ മുടിയിഴകളിൽ തഴുകി. കല്ലു, എന്തോ നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? അവൻ ചോദിച്ചപ്പോൾ അവൾക്കൊന്നും മനസ്സിലായി. അല്ല, ഇത്ര പെട്ടെന്ന്. നീയൊന്ന് പ്രിപ്പയർഡ് ആവും മുന്നേ. അയ്യോ, അങ്ങനെ പറയല്ലേ ഏട്ടാ. എനിക്ക് സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട്. അവൻ തൻ്റെ വലതുകരം അവളുടെ വയറിന്മേൽ ചേർത്തോ. തങ്ങളുടെ രണ്ടാളുടെയും ജീവൻ്റെ തുടിപ്പ്. ഈശ്വര, ഒരു കുഴപ്പവും കൂടാതെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണേ. അവൻ മൂകമായി പ്രാർത്ഥിച്ചു. എന്നിട്ട് അവിടെ നിന്നും പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി. മുറ്റത്ത് അമ്മ നിൽപ്പുണ്ട്. നോക്കിയപ്പോൾ ചീരി ഒടിക്കുകയാണവർ. അമ്മേ, എന്താടാ? പച്ചക്കറി എന്തേലും മേടിക്കണോ? വേണ്ട വേണ്ട, എല്ലാം ഇരിപ്പുണ്ട്. ഇത് പിന്നെ ഇത്തിരി ഒടിച്ച് തോരൻ വെച്ച് കല്ലുവിന് കൊടുക്കാനാണ്. ആ, നീ എപ്പോൾ വരും മോനെ? 2 മണിയാകും അമ്മേ. അവൻ അമ്മയോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. ശോഭയ്ക്ക് കല്ലുവിനോടാണെങ്കിൽ ഒരു പ്രത്യേക ശ്രദ്ധയായിരുന്നു. കാരണം അച്ഛമ്മ അവളോട് പറഞ്ഞ വാക്കുകൾ. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാണ്, അവളെ നോക്കിക്കോണേ. അതും പറഞ്ഞ് അവർ കരഞ്ഞതാണ് ശോഭയുടെ കാതിൽ അപ്പോഴും. മോളെ, എന്താമ്മേ? നിനക്ക് ക്ഷീണമൊന്നും ഇല്ലല്ലോ അല്ലേ? കുഴപ്പമില്ലമ്മേ. ഡോക്ടറുടെ അടുത്ത് പോയിട്ട് വരുന്നവരെ എനിക്ക് യാതൊരു സമാധാനവും ഇല്ല. ശോഭ തൻ്റെ ആകുലത മറച്ചു വെച്ചില്ല. കല്ലുവിനത് കേട്ട് പേടി തോന്നി. എടി, നീ ഓരോന്ന് പറഞ്ഞ് കല്ലുമോളെ പേടിപ്പിക്കുവാണോ? രാജൻ വഴക്ക് പറഞ്ഞവരെ. അയ്യോ, അങ്ങനൊന്നും പറഞ്ഞതല്ല കേട്ടോ. നീ അധികം സംസാരിക്കാതെ അവിടെ നിന്നൊന്ന് പോകുന്നുണ്ടോ? അയാൾ വീണ്ടും അവരെ ശകാരിച്ചു. അമ്മേ, കണ്ണൻ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ? ശോഭയും കല്ലു ഒരുപോലെ എഴുന്നേറ്റു. എന്നാടാ നീ പെട്ടെന്ന് തിരിച്ചു വന്നത്? ഞാൻ ഇന്ന് ചാക്കോച്ചനോട് വണ്ടിയിൽ പോകാൻ പറഞ്ഞു. എന്നാൽ കല്ലു വേഗം റെഡിയാവ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ആ ശരി ഏട്ടാ. അമ്മ വരുന്നുണ്ടോ കൂടെ? ഞാൻ വരാം മോനെ. അമ്മേ, കുഴപ്പമില്ല. അച്ഛൻ തനിച്ചല്ലേ ഉള്ളൂ. ഞങ്ങൾ പോയിട്ട് വരാം. കല്ലു അവരോട് പറഞ്ഞു. അത് ശരി അമ്മേ, അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അമ്മ വരണ്ട. ആ, എന്നാൽ നിങ്ങൾ പോയിട്ട് വാടാ. മോളെ, നീ വേഗം ഒരുങ്ങ്. 1/2 മണിക്കൂറിനുള്ളിൽ 2 ആളും കൂടി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഡോക്ടർ പ്രീതി സെബാസ്റ്റ്യൻ. അവരെ കാണാനാണ് രാജി വിളിച്ചു പറഞ്ഞത്. അങ്ങനെ അവർ ഡോക്ടർ പ്രീതിയെ കാണാൻ കയറി. യൂറിൻ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് അവർ അവരെ കാണിച്ചു. ഡോക്ടർ അവളുടെ ഫയലെടുത്ത് നോക്കി. കാളിന്തി കണ്ണൻ, വയസ്സ് 20. സിസ്റ്റർ വെയിറ്റ് നോക്കി. റൂമിൽ നിന്ന് സിസ്റ്റർ അവളുടെ വെയിറ്റ് നോക്കി. 49. എടോ, ഫുഡൊന്നും കഴിക്കാറില്ലേ? ഡോക്ടർ അവളെ നോക്കി. കല്ലു ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നതേ ഉള്ളൂ. ഓക്കെ. കാളിന്തി എന്ത് ചെയ്യുന്നു? ഡിഗ്രി കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 3 മാസം കഴിഞ്ഞു. തുടർന്ന് പഠിക്കാൻ പ്ലാനുണ്ടോ? ഉണ്ട്. പെട്ടെന്ന് അവൾ മറുപടി നൽകി. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഡോക്ടർ പ്രീതി കണ്ണനെ നോക്കി. എനിക്കും സമ്മതമുണ്ട് ഡോക്ടർ. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഇയാൾക്ക് നന്നായി റെസ്റ്റ് വേണം. ബോഡി വീക്കാണ്, പ്രായവും കുറവ്. അതുകൊണ്ട് താൻ ശരിക്കും ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കണം. എങ്കിലേ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നമുക്ക് കിട്ടുള്ളൂ. അതിന് ശേഷം മതി പഠിത്തമൊക്കെ. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. കല്ലുവിൻ്റെ മുഖം വാടി. അത് കണ്ടതും ഡോക്ടർ അവളോട് പറഞ്ഞു. കാളന്തി, തനിക്കൊരു കുഞ്ഞിനെ വേണ്ടേ? വേണം ഡോക്ടർ. ഓക്കെ, അപ്പോൾ കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുക. അതിന് ശേഷം പഠിക്കാടോ. എന്തു പറയുന്നു? അവൾ വെറുതെ തലയാട്ടി. താങ്കൾ ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കുക.
എന്നിട്ട് പോഷകാഹാരമൊക്കെ വാങ്ങിച്ച് കൊടുക്കുക. നന്നായി ഫുഡ് കഴിച്ച് വെള്ളമൊക്കെ കുടിക്കണം. ഒരുപാട് കട്ടിയുള്ള പണിയൊന്നും വേണ്ട. എന്ന് കരുതി വെറുതെ ഇരിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത്യാവശ്യം ജോലികളൊക്കെ ചെയ്ത് താൻ നന്നായി വിശ്രമിക്കണം. ഓക്കെ? അവർ കണ്ണിനെ നോക്കി പറഞ്ഞു. ശരി ഡോക്ടർ. ഓക്കെ, 2 ആഴ്ച കഴിക്കാനുള്ള ടാബ്ലറ്റ് ഞാൻ ഇപ്പോൾ തന്നുവിടാം. അത് കഴിഞ്ഞൊന്നു വരണം. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഇങ്ങോട്ട് പോരെ. ശരി ഡോക്ടർ. കാളിന്തി, വിഷമിക്കൊന്നും വേണ്ട. പേടിക്കേണ്ട കാര്യവുമില്ല. ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരുന്നാൽ നമ്മുടെ ബേബിയും അതുപോലെയൊക്കെ ആവും. ഓക്കെ? ഓക്കെ ഡോക്ടർ. അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരി തൂക്കി. മടങ്ങുന്ന യാത്രയിൽ രണ്ടാളും അധികമൊന്നും സംസാരിച്ചില്ല. കണ്ണനാണെങ്കിൽ വളരെ പതുക്കെയാണ് വണ്ടി ഓടിച്ചത്. ബാപ്പൂട്ടിയുടെ കാറായിരുന്നു എടുത്തത്. കല്ലുവിനോട് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞെങ്കിലും വൊമിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി. ഇടയ്ക്ക് അവൾക്ക് ഒരു ഓറഞ്ച് ജ്യൂസ് അവൻ മേടിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞാണ് അവർ വണ്ടി ഓടിച്ചത്. കല്ലു, എന്തോ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? കുഞ്ഞിനെന്തെങ്കിലും കുഴപ്പം വരുമോ ഏട്ടാ? ഏയ്, ഒന്നുമില്ല എൻ്റെ മോളെ. നീ ഇത്തിരി ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായാൽ മതി. ആ ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ഒരു പേടി. ഇല്ലടാ, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. അവരങ്ങനെയൊക്കെയല്ലേ പറയൂ. അപ്പോഴേക്കും രാജി വിളിച്ചു ഹോസ്പിറ്റലിൽ പോയ വിവരം തിരക്കാൻ. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അവൻ അവളോട് പറഞ്ഞു. എന്നോടും ഈ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞതാ. അത് പേടിക്കണ്ട കല്ലു. സത്യമാണോ ചേച്ചി? അതേടാ, എനിക്കും അധികം വണ്ണമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് മോനെ വിശേഷമായി കഴിഞ്ഞ് 5-6 മാസമൊക്കെ ആയപ്പോഴാണ് തടിയൊക്കെ വെച്ചത്. ഓ എൻ്റെ ചേച്ചി, എനിക്കിപ്പോൾ സമാധാനമായത്, അവൾ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. ഒന്നും പേടിക്കണ്ട കല്ലു, ഒരു കുഴപ്പവും വരില്ല കേട്ടോ. എന്നാൽ ശരി, ഞാൻ വെച്ചേക്കുവാ. വൈകിട്ട് വിളിക്കാം. ഓക്കെ ചേച്ചി. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞ് കല്ലുവിന് സമാധാനമായി. പേടിയൊക്കെ മാറിയോ? ഊവേട്ടാ. എന്നാ നീ ഇവിടെ ഇരിക്കുക. ഞാനേ കുറച്ച് ലഡുവും ജിലേബിയൊക്കെ മേടിക്കട്ടെ. ശ്രീക്കുട്ടി ഇല്ലെങ്കിൽ ചിലവ് ചെയ്യാൻ പറഞ്ഞ് എന്നെ വീണ്ടും ഇവിടേക്ക് വിടും. ഏട്ടൻ പോയിട്ട് വാ. അവൾ ചിരിച്ചു. അവനാണെങ്കിൽ അവിടെ നിന്നും കുറച്ച് ബദാം പരിപ്പും ഉണക്കമുന്തിരിയും കശുവണ്ടി പരിപ്പും ഒക്കെ വാങ്ങിച്ചു. കൂടാതെ മാതളവും ഏത്തപ്പഴവും. ഇതെന്താ ഏട്ടാ, ഒരുപാടുണ്ടല്ലോ. ഇതൊക്കെ കഴിച്ചോണം കേട്ടോ. 2 ആഴ്ച കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഡോക്ടർ ഞെട്ടണം. അവൻ വണ്ടി എടുത്തുകൊണ്ട് പറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ 3 മണിയായി. ഡോക്ടർ എന്നാ പറഞ്ഞു മോളെ? കുഴപ്പമില്ലമ്മേ, പിന്നെ ഇത്തിരി കൂടി വെയിറ്റ് വെക്കാൻ പറഞ്ഞു. ആണോ? വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലമ്മേ, പിന്നെ കോളേജിൽ ഈ വർഷം പോകണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞുണ്ടായി കഴിഞ്ഞ് പോയാൽ മതിയെന്നു. അതെയോ? അതെന്നാ പറ്റി? അതമ്മേ, വെയിറ്റ് കുറവായതുകൊണ്ടാവും. എന്നും കോളേജിലൊക്കെ പോയി വരുന്നത് കുഞ്ഞിന് ദോഷമാണ്. കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. കണ്ണനാണത് പറഞ്ഞത്. എന്നാൽ പിന്നെ ഇതൊക്കെ കഴിയട്ടല്ലേടാ, എന്നിട്ട് മതി പഠിത്തമൊക്കെ. ആ അതെ. കണ്ണനും അത് ശരിവെച്ചു. മോളെ, പോയി വേഷമൊക്കെ മാറ്റുവാ, എന്നിട്ട് ചോറെടുത്ത് കഴിക്കുക. ശരിയമ്മേ. 2 ആളും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ചീരത്തോരനും മോര് കറിയും കിളിമീൻ വറുത്തതുമാണ് കറികൾ. കല്ലു ഇത്തിരി കഴിച്ചെഴുന്നേറ്റപ്പോൾ കണ്ണനവളെ വഴക്ക് പറഞ്ഞു. പിന്നെ കഴിച്ചോളാം ഏട്ടാ, പ്ലീസ്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല കല്ലു. എന്തെങ്കിലുമൊക്കെ കഴിക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. അവൻ ചെറുതായി അവളെ വഴക്ക് പറഞ്ഞു. പിന്നീട് അവൾ ഇത്തിരി ചോറും കൂടി എടുത്ത് കഴിച്ചു. മുറ്റത്തൊരു വണ്ടി വന്നു നിന്നു. നോക്കിയപ്പോൾ അച്ചമ്മയൊക്കെയാണ്. അയ്യോ, ദേ അച്ചമ്മ വന്നു. അവൾ അവരുടെ അടുത്തേക്ക് ഓടി. കല്ലു, പതുക്കെ, അവരിങ്ങോട്ടല്ലേ വരുന്നത്. മോളെ സൂക്ഷിച്ച്, നീ ഇങ്ങനെ ഓടരുത്. വയറ്റിൽ ഒരാൾ കൂടി ഉണ്ടേ. അവളെ കെട്ടിപ്പിടിച്ച് അച്ചമ്മ പറഞ്ഞു. കയ്യിലിരുന്ന പലഹാരപ്പൊതി അപ്പച്ചി അവൾക്ക് കൊടുത്തു. ശോഭയും രാജനും കണ്ണനും ഒക്കെ കൂടി അവരെ അകത്തേക്ക് സ്വീകരിച്ചു. ശോഭ വേഗം ചായക്കുള്ള വെള്ളം വെച്ചു. അപ്പോഴേക്കും കണ്ണൻ അമ്മയുടെ അടുത്തേക്ക് വന്നു. അമ്മേ, ഇവർക്ക് എന്താ കൊടുക്കുന്നത്? നീ ആ പീടികയിൽ പോയിട്ട് എന്തേലും മേടിച്ചോണ്ട് വാ.
അവൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വേഗം ഇറങ്ങി. പഴംപൊരിയും വടയും ഒക്കെ മേടിച്ചിട്ടാണ് അവൻ തിരികെ വന്നത്. അവർക്ക് അതെല്ലാം കൂട്ടി ചായ കൊടുത്തു. 1 മണിക്കൂർ ഇരുന്ന ശേഷം അവർ യാത്ര പറഞ്ഞു പോയി. തുടരും.